നമുക്കിനി ശിരൂരിലേക്ക് പോകണം രഞ്ജിത്ത്. ഇന്നലെയും തെരച്ചിൽ നടക്കുകയായിരുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചല്ലോ. അർജുനുമായി ബന്ധപ്പെട്ട ലോറിയുടെ ഭാഗങ്ങളൊന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. എന്തായാലും ശിരൂർ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. പ്രതികൂല കാലാവസ്ഥയായതിനാൽ തെരച്ചിൽ ഏത് സമയത്തും നിർത്തിവെച്ചേക്കുമെന്നൊരു ഘട്ടം കൂടിയുണ്ട്. ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ മാർക്ക് CP4 കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, കഴിഞ്ഞ 4 ദിവസമായി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ അർജുന്റെ ലോറി അർജുനെ കണ്ടെത്തുക. പക്ഷേ കാര്യമായ ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇനിയൊരു പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും തരത്തിൽ പ്രതീക്ഷയ്ക്ക് കാര്യമുണ്ടോ? എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ? ഇന്നത്തെ തിരച്ചിലും നിർണായകം തന്നെ. കാരണം CP4ലാണ് ഇന്നത്തെ തെരച്ചിൽ. ഇന്ദ്രപാൽ അദ്ദേഹം നടത്തിയ ആ റഡാർ പരിശോധനയിൽ ലോറിയുടെ വലിയ ലോഹഭാഗം കണ്ടെത്തിയ സ്ഥലം ഈ CP4 വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആ പോയിന്റിലാണ് ഇന്നത്തെ തെരച്ചിലും. എന്തായാലും CP3യിലെ തെരച്ചിൽ ഇന്നലെ പൂർത്തിയായെന്നാണ് കാർവാർ MLA സതീഷ് ഇന്നലെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ CP4ലായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കാലാവസ്ഥ ഇന്നലത്തേതിന് സമാനമാണ് ഇന്നും ശിരൂരിൽ നിന്ന് പറയേണ്ടി വരും. കാരണം ഇന്നും റെഡ് അലർട്ട് ഉണ്ട്. ഇന്നലത്തെ രാവിലെ ഉണ്ടായിരുന്ന അതേ കാലാവസ്ഥ, വലിയ തോതിലുള്ള മഴയില്ലെങ്കിലും മഴയുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ തെരച്ചിലിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. ശക്തമായ മഴ, കാറ്റും മഴയുമൊക്കെ ഉണ്ടായാൽ ഒരുപക്ഷെ ഒരു ദിവസത്തേക്കൊക്കെ നിർത്തിവെച്ചേക്കാം. ഏതായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൗത്യം കൂടുതൽ നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ദൗത്യം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം എന്തായാലും നടക്കുന്നുണ്ട്. ഈ ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത CP1 മുതൽ CP4 വരെയുള്ള ആ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തി. ഇനി അർജുനെയോ ലോറിയോ കണ്ടെത്തിയില്ലെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണുള്ളത്. കാരണം വരും ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. നാളെയും റെഡ് അലർട്ടാണ് ഉത്തര കന്നഡ ജില്ലയിൽ. വലിയ തോതിൽ ഇത്തരത്തിൽ മഴ പെയ്താൽ ഗംഗാവലി പുഴയിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല അടിയൊഴുക്കും, ശക്തമായ അടിയൊഴുക്കും ഉണ്ടാകും. ഇപ്പോൾ ഏതായാലും 2 നോട്ടിലേക്ക് ഇപ്പോൾ അടിയൊഴുക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നേവിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരുപക്ഷെ അടിയൊഴുക്ക് സംബന്ധിച്ച ഒരു പരിശോധനയും ഉണ്ടാകും. എന്തായാലും ഇന്ദ്രപാൽ അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഏത് രീതിയിലുള്ള തെരച്ചിലാണ് നടത്തേണ്ടതെന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനവും ഇന്നുണ്ടാകും. ഏതായാലും ഏറ്റവും അവസാനത്തെ ആ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് പറയാൻ. വളരെ നിർണായകമായ തെരച്ചിൽ, പരമാവധി കാലാവസ്ഥയെ മറികടന്നും, ആ പ്രതികൂലമായ കാലാവസ്ഥയെ മറികടന്നുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം പദ്ധതിയിട്ടുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇനി നീണ്ടുപോയാൽ അത് ഈ ഡ്രഡ്ജർ ഇവിടെ ഈ നിന്നും 10 ദിവസത്തേക്കാണ് ആ ഡ്രഡ്ജർ ഇത്തരത്തിൽ കരാറുള്ളത്. അത് കൂടുതൽ ദിവസം അത്തരത്തിൽ ഇവിടെ പുഴയിൽ കൊണ്ട് നിർത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പരമാവധി മുന്നോട്ട് കൊണ്ടുവരാനാണ് തെറ്റിയുടെ തീരുമാനം. ഏതായാലും ഈ 4 നാൾ നടത്തിയ തിരച്ചിലും അർജുന്റെ ലോറിയുടെ ഏതെങ്കിലും കാര്യമായ ഭാഗങ്ങൾ ഒന്നും തന്നെ കിട്ടിയില്ല. പ്രധാനമായും നേരത്തെ അപകടമുണ്ടായ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും തിരച്ചിൽ നടത്തുമ്പോൾ ഇത്തരത്തിൽ ഗംഗാവലി പുഴയിൽ നിന്നും ലഭിക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം ഒരു ഡാഷ്ബോർഡ് ലഭിച്ചിരുന്നു. അത് ഈ ടാങ്കർ ലോറിയുടേത് തന്നെയാണ്. ടയറുകളും എല്ലാം തന്നെ അത്തരത്തിൽ ടാങ്കർ ലോറിയുടേതാണ്. അർജുന്റെ ലോറിയുടേതായി ഏതെങ്കിലും വസ്തുക്കൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ CP4ലെ ഈ തിരച്ചിൽ നിർണായകമാണ്. CP4ൽ ഏതെങ്കിലും തരത്തിൽ അർജുന്റെ ലോറി വലിയ മണ്ണിനടിയിൽ ഉണ്ടോ എന്നാണ് പ്രധാനമായും നടക്കുന്നത്. ഏതായാലും മരങ്ങളും കല്ലുകളും ഒക്കെയായി ഈ ദൗത്യം വലിയ ദുഷ്കരം തന്നെയെന്നാണ് ഡ്രഡ്ജർ കമ്പനി പറയുന്നത്. 5 മീറ്റർ ആഴത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള മണ്ണെടുക്കാൻ ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ച് സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പ്രതികൂല കാലാവസ്ഥ തന്നെയായിരുന്നു വില്ലനായിരുന്നെങ്കിൽ ഇപ്പോഴും അതേ അവസ്ഥ ശിരൂരിൽ തുടരുന്നു എന്നുള്ളതാണ് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കഷ്ടപ്പെട്ട ഡ്രഡ്ജർ അവിടെ എത്തിച്ചു. വലിയ രീതിയിലുള്ള തെരച്ചിൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു. നേവിയുടെ സഹായം ഉണ്ടായിരുന്നു, ഇന്ദ്രപാൽ ഉണ്ടായിരുന്നു, ആദ്യഘട്ടത്തിൽ ഈശ്വർ മൽപ്പയും അവിടെ എത്തി. പക്ഷേ എപ്പോ വേണമെങ്കിലും ഈ തെരച്ചിൽ നിർത്തിവെച്ചേക്കാം എന്നുള്ള രീതിയിലേക്കാണ്. 3 മാസം പിന്നിടുകയാണ് ഈ അർജുനെ കാണാതായിട്ട്. ഇനി നമുക്കൊരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ്.
ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതായ ഇവിടെ വൈകാരികമായ കുറെ രംഗങ്ങൾ കൂടി നമുക്ക് ബൈജു നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. ഈ ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ള ജഗന്നാഥിന് വേണ്ടി ജഗന്നാഥന്റെ കുടുംബം ഗംഗാവലി പുഴയോരത്ത് മരണാനന്തര ചടങ്ങുകളും നടത്തിയിരുന്നു. പ്രതീക്ഷയറ്റ ജഗന്നാഥന്റെ കുടുംബം ദിവസവും ഇവിടെ എത്തി വിശ്വാസത്തിന്റെ ഭാഗമായി വിളക്ക് കത്തിച്ച് ചന്ദനത്തിരിയും വെക്കാറുണ്ട്. ശിരൂർ ദുരന്തത്തിൽ അർജുനൊപ്പം കാണാതായ 2 പേര് കൂടിയുണ്ട്. അത് ലോകേഷും ജഗന്നാഥുമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ജഗന്നാഥിന് വേണ്ടി അദ്ദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടുള്ള ലക്ഷ്മണന്റെ കടയിലെ 20 വർഷമായി ജോലി ചെയ്യായിരുന്ന ജഗന്നാഥിന് വേണ്ടി അവരുടെ കുടുംബം അദ്ദേഹത്തിന്റെ ശാന്തിക്കായാണ് ഇത്തരത്തിലൊരു കർമ്മം ചെയ്യുന്നതെന്ന് പറയുന്നു. എല്ലാ ദിവസവും ഇദ്ദേഹം ഇവിടെ എത്തി ഇവിടെ വിളക്ക് വെക്കുകയും ഒപ്പം ചന്ദനത്തിരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവിടെ കത്തിക്കുകയും ചെയ്യും. ഏതായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, അണ്ണ നീ ಏನು ಮಾಡುದು ಇಲ್ಲಿ ಸರ್ ನೆನಪಿಗಾಗಿ ಡೈಲಿ ಬಂದವಾಗ ಈ ಕಡೆ ಬಂದವಾಗ ಎಲ್ಲ ಡೈಲಿ ಬಂದು ಒಂದೊಂದು ಹಾಕೋ ನೆನಪಿಗಾಗಿ ನಾವು ಮಾಡೋ ಇಟ್ಟು ಹೋಗ್ತೀವಿ. ನಮ್ಮ ಮಗ ಬರ್ತೀಯ, ಇದು ಶಾಂತಿ ಅಣ್ಣ ತಮ್ಮ, ಶಾಂತಿ ತಮ್ಮ, ನಾ ಶಾಂತಿ ತಂದೆ, ಅದಕ್ಕೆ ನೆನಪಿಗಾಗಿ ಬಂದು ಮಾಡಿಟ್ಟು ಹೋಗ್ತೀವಿ ಅಷ್ಟೇ. ಬಂದವಾಗ ಅವಾಗ ಮತ್ತು ಇವರು ಬಂಗಾರ ಎಲ್ಲ ರಾಶಿ ಉಂಟು ಇಲ್ಲಿ. ಇದರ ಬಂಗಾರ ಟ್ರಿಜೋರಿಯಲ್ಲಿ 1,10,000 ಇದೆ ಒಂದು ಕಡೆಗೆ, ಮತ್ತೊಂದು ಕಡೆಗೆ ಬಂಗಾರ ಸುಮಾರು ರೊಕ್ಕ ಎಲ್ಲ ಇದೆ. ಅದೆಲ್ಲ ಸಿಕ್ಕಿದ್ರೆ ನಮ್ಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಕೊಡ್ತೀವಿ ಅಂತ ಹೇಳ್ಯಾರೆ. ನೋಡ್ಬೇಕು ಹೆಂಗ್ ಮಾಡ್ತಾರೆ ಅಂತೇಳಿ. ಜಗನ್ನಾಥನ್ ಸಿಕ್ಕಿದೆ ಇಲ್ಲ ಏನು ನಂಬಿಕೆ? ಜಗನ್ನಾಥಂದ ಇಲ್ಲೇ ಇದೆ. ಜಗನ್ನಾಥ ಸಿಗ್ಲಿಲ್ಲ. ಕಡೆಗೆ ಲೋಕೇಶ್, ಕಡೆಗೆ ಅರ್ಜುನ್, ಅವ್ರು 3 ಇನ್ನೂ ಸಿಗ್ಲಿಲ್ಲ. ಅವ್ರು ಸಿಗ್ಬೇಕಿತ್ತು. ನಿಮಗೆ ಡೈಲಿ ಬಂದು ಏನು ಮಾಡುದು? ಡೈಲಿ ನೆನಪಿಗಾಗಿ ಉದ್ಬತ್ತಿ ಹಚ್ಚಿ ಬಂದು ಅವ್ರಿಗೆ ಹೂ ಎಲ್ಲ ಇಟ್ಟು ಹೋಗ್ತೀವಿ ಅಷ್ಟೇ. ಜಗನ್ನಾಥನಲ್ಲ, ಶಾಂತಿ ದಾದ, ಶಾಂತಿ ತಂದೆ, ಶಾಂತಿ ಶ್ರೀನಿವಾಸ ಇಸ್ರ, ಶಾಂತಿ ಅವಂತಿಕಾ, ರೋಷನ್, ಲಕ್ಷ್ಮಣ ಅವ್ರದ್ದು ಫ್ಯಾಮಿಲಿ ನಾವು. ನಾವು ಶಾಂತಿ ಮಗಳು, ನಾವು ಶಾಂತಿ ಮಗಳು, ನನ್ನ ಮಗಳು ಶಾಂತಿ, ಅವರು ಅಳಿಯ ಮೊಮ್ಮಕ್ಕಳು. അതാണ് അദ്ദേഹം ഇവിടെ എല്ലാ ദിവസവും എത്തി. ഇവർ ഈ കുടുംബം തന്നെ മാനസികമായി അത്തരത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ജഗന്നാഥൻ തിരിച്ചു വരില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരമായി ഇദ്ദേഹത്തിന്റെ ശാന്തിക്കായി ഇത്തരത്തിൽ വിളക്ക് കത്തിക്കുക. ആ ഗംഗാവലി പുഴ നമുക്ക് കാണാം. ഗംഗാവലി പുഴ ജഗന്നാഥനെയും കൊണ്ട് ഈ പുഴയുടെ അടിത്തട്ടിലോ അതല്ല ഈ മൺകൂനക്കടിയിലോ എവിടെയോ ഇത്തരത്തിൽ ജഗന്നാഥൻ ഉണ്ട് എന്ന ഒരു വിശ്വാസമാണ്. ഇവിടെയായിരുന്നു ലക്ഷ്മണന്റെ ആ കടയുണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ കുടുംബം, അതായത് 5 പേരടങ്ങുന്ന കുടുംബം മുഴുവൻ ഈ അപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും 20 വർഷമായി ഈ ലക്ഷ്മണന്റെ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. 3 പെൺമക്കളും ഭാര്യയുമടങ്ങുന്ന ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഈ ജഗന്നാഥൻ ഇനി തിരിച്ചു വരില്ല എന്ന് മാനസികമായി ഇവർ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വന്ന് ഇത്തരത്തിൽ ഈ അതേനത് സ്മോൾ ബോട്ടിൽ ജ്യൂസ്, അതായത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ജ്യൂസ് എല്ലാ ദിവസവും കൊണ്ടുവന്ന് ഈ ജഗന്നാഥന്റെ ഈ സ്ഥലത്ത് ഇത്തരത്തിൽ ജ്യൂസ് കൊണ്ടുവന്ന് ഇവിടെ നൽകും. ഒപ്പം ഇത്തരത്തിൽ ചന്ദനത്തിരിയും കത്തിക്കും, ഒരു വിളക്കും കത്തിക്കും. ഇത് എല്ലാ ദിവസവും ഇദ്ദേഹം ചെയ്യുന്നതാണ്. അദ്ദേഹം ബന്ധുവാണ്. അവരുടെ കുടുംബം മുഴുവൻ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ എന്തായാലും മാനസികമായി ഈ കുടുംബം ഉൾക്കൊണ്ടിരിക്കുന്നു. ഇനി ജഗന്നാഥ് ഇല്ല എന്ന്. ഏതായാലും തിരച്ചിൽ അവസാന ഘട്ടത്തിൽ നടക്കുമ്പോഴും ഇതാണ് ശിരൂരിൽ നിന്നുള്ള വൈകാരികമായ രംഗങ്ങൾ. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18 ശിരൂർ. അങ്ങനെ ഒരുപാട് ദുഃഖകരമായ കാഴ്ചകളാണ്. അതായത് നമ്മളിപ്പോൾ ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് പ്രധാന പ്രശ്നം. മരിച്ചു, അതറിഞ്ഞു, ഈ ചടങ്ങുകൾ നടത്തി, അപ്പോൾ അങ്ങനെ ഒരു മനപ്രയാസം തീർന്നു. പക്ഷേ ഇപ്പോൾ എവിടെയാണ് അർജുൻ്റെ ബോഡി? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ ലഭിക്കുക, അതൊക്കെ ഒരു ഇനിയും ഒരു ആശ്വാസകരമായി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുണ്ട്. അതാണ്. പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്.